ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മളിതാ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ മഞ്ഞൊക്കെ ഏകദേശം പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ കുറഞ്ഞ മഞ്ഞൊക്കെ ഉള്ളത് കഴിഞ്ഞൊരു 7:30 ആകുമ്പോഴേക്കും നല്ല വെയിലറിക്കോട്ടെ അവിടെ. അങ്ങനെ അവിടെ 8:30 ആയപ്പോൾ എന്താക്കി തുണികളൊന്ന് വെയിലത്തിടാന്ന് വിചാരിച്ചിട്ടോ. ഇന്നലെ വൈകുന്നേരം തിരുമ്പിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ട് വെയിലത്തിട്ട് കണ്ട് നേരെ അകത്ത് കയറിട്ടോ. പിന്നെ ഇതാ ബെഡൊക്കെ ഒന്ന് ഒരുക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ മക്കൾ മദ്രസ പോയിക്കാൻ കേട്ടോ. മക്കൾ വന്നിട്ടില്ല കേട്ടോ. അവർക്ക് 10 മണി വരെ മദ്രസ ഉണ്ട്. പിന്നെ 10:30 ആകുമ്പോഴാണ് വീട്ടിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ കുട്ടികളെ വന്നിട്ടോ. ഇനി ഞാനും ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഓരോ കൂടെയാണ് കേട്ടോ കുടിക്കൽ. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കുടിക്കണ്ടേ വിചാരിച്ചിട്ടോ. കാരണം മുത്തുമോന് പിന്നെ കടയിൽ പോകുന്നതുകൊണ്ട് ഓന് നേരത്തെ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സച്ച് വന്നിരുന്നു. പിന്നെ റിച്ചുമോനെ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റിമോട്ട് പിന്നെ വർക്കാകണില്ല കേട്ടോ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഞാനും ഓനും ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചുവിനും റിച്ചുവിനും ഒന്നും ചപ്പാത്തി പറ്റൂല കേട്ടോ. അപ്പോൾ സച്ചുമോൻ എനിക്ക് ഒന്നും മതിയറിഞ്ഞാണ്ട് ഇങ്ങോട്ട് തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി ആർക്കും ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര കാര്യമാണ്, ഞാൻ എന്താക്കും തിന്നു കേട്ടോ. അങ്ങനെ സച്ചുമോന് ചപ്പാത്തി ഒന്ന് തിന്നപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല മയം ഉണ്ടല്ലോ, കാരണം അത് വേറെ പൊടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നല്ല ഇഷ്ടകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കിഴങ്ങിൻ്റെ. അങ്ങനെ നല്ല ചപ്പാത്തിയും കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മളങ്ങനെ തിന്നാൻ തുടങ്ങിയിരിക്കാൻ കേട്ടോ നമ്മൾ. അപ്പം നല്ല അടിപൊളി സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ സിനിമ കാണാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ നല്ലൊരു രസം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുന്നിലിരുന്ന് കണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കണ്ട് ഞങ്ങളങ്ങനെ തിന്നാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ചായടി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതാക്കണ അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. ചപ്പാത്തി വരത്തിയിട്ടൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നധികം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ചായടിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ മുറ്റൊക്കെ അടിക്കാനൊക്കെ ഉണ്ടോ, അപ്പോൾ അതിൻ്റെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ തീർക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ റിച്ച് വന്നിട്ട് എനിക്കൊരു മഞ്ച് കൊടുന്നു കേട്ടോ. കാരണം നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതാക്കണതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിയാനായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തുടക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നിലം തുടക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ തിരുമ്പലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുക്കളൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് ഇനി എന്താക്കുക, നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി തിരുമ്പാനും അങ്ങനത്തേനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും നല്ല ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിവിടെ കുട്ടികളെ ടി വി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മനസ്സിലായി തിരുമ്പാനെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് തിരുമ്പാനായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ തിരുമ്പി നമ്മൾ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതാക്കണം അടുത്തത് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ചീരക്കറിയും ചീരപ്പേരിയും പിന്നെ മാങ്ങൻ്റെ അച്ചാറും പിന്നെ ഇത് പുളിഞ്ചിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും റിച്ചും സച്ചും തന്നെയാണ് കേട്ടോ വീണ്ടും പിന്നെ ചോറുന്നാനിരിക്കണം. പിന്നെ മക്കൾ ഇതാക്കണ സംഭാരം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഞാൻ വെറുതെ കുടിക്കോട്ടെ, അങ്ങനെ ചോറിൻ്റെ സമയത്തൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താക്കി വീണ്ടും നമ്മൾ സിനിമ ഉണ്ട് കാണാൻ തന്നെ തിന്നണം കേട്ടോ. ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടേബിൾ, അപ്പുറമുള്ള ടേബിളാണ് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ തുണികളൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ തുണികളൊക്കെ ഒന്ന് എടുത്തേക്കാന്ന് കേട്ടോ. അതിനെ സച്ചുവൊക്കെ ഇവിടെ ഭയങ്കര എന്താ പറയുക ഇതിലിങ്ങനെ കളിക്കണം കേട്ടോ. പിന്നെ സച്ചുവിന് ഒരു പേരൊക്കെ കണ്ടു നോക്കുമ്പോൾ അത് കിട്ടണം കേട്ടോ. നല്ല വെയിലാണ്, പറഞ്ഞിട്ടും കേൾക്കണില്ല കേട്ടോ. എന്നിട്ട് ഓനക്കാണെങ്കിൽ മരത്തുമ്മ കയറാനും പറ്റില്ല കേട്ടോ. ഓൻ്റെ ഏട്ടനുണ്ട് റിച്ചുവിന് കേട്ടോ. ഓനക്ക് മരത്തുമ്മ കയറാം, പക്ഷെ ഓൻ ഇതിൻ്റെ മുന്നേ മരത്തുമ്മ കയറിയോണ്ട് വീണിട്ട് അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ പേരക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിമ്മ വലിഞ്ഞേറാൻ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ കയറുന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ പറയുന്നു കേട്ടോ ഇറക്കാൻ ആരും വരില്ല എന്നിട്ടോ. എന്തായാലും കൊത്തി വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. കയറിയിട്ട് പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങാൻ വയ്യായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എന്തായാലും ഇതിലിടുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ. കയറിയത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും കയറി അവിടെ എന്നോട് പറയും ഞാൻ കയറി, പക്ഷെ അവിടെ ഞാൻ കുടുങ്ങിപ്പോയി, അതുകൊണ്ട് അപ്പുറം കയറാഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും കാലുമ്മ ഈ ഒരു ചെറിയൊരു കമ്പ് കൊളുത്തിയിട്ട് മുറിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മുഖം വാടിയത് എന്താണെന്ന് വെച്ചാൽ ഓനെ വിളിക്കുകയാണ് കേട്ടോ ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കമ്പി കഷ്ണം കൊടുത്തിട്ട് എന്തായാലും ആ പേരൊക്കെയാണ് പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇതാക്കണ് പിന്നെ റിച്ചു പേരൊക്കെ ചാടിയോണ്ട് ഓനെടുത്തുകൊണ്ട് അങ്ങനെ കഴുകിയിട്ട് വരാറിയാണ് കേട്ടോ. പിന്നെ ഓനാണെങ്കിൽ പിന്നെ ഇറങ്ങാനും പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ റിച്ച് പേരൊക്കെ ഒന്ന് കഴുകിയിട്ട് എന്ത് സ്ഥിതി എന്ന് അറിയില്ല, നമ്മളങ്ങനെ ഈ പേരൊക്കെ തിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ റിച്ച് ഇവിടെ അങ്ങനെ കഴുകി വന്നിട്ട് തിന്നുന്നുണ്ട്. അപ്പോൾ പറിച്ച് ഓൻ്റെ മുന്നിൽ നോക്കിയിട്ടാണ് കേട്ടോ വേഗം തിന്നുന്നുണ്ടായിരുന്നത്. അങ്ങനെ
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റിച്ച് പോയിങ്ങാണ്ട് എന്താക്കി അവനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ സെലി വന്നപ്പോൾ ഇതാക്കണ എല്ലാവർക്കും സിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ പിന്നെ ഞാനിതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഒടുക്കത്തിൽ മധുരം കേട്ടോ. ഇത് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സ്ട്രോബെറിൻ്റെ ആയിട്ട് എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാവരും തിന്നുമ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കൊടുന്ന ലേസായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കൊടുന്നു തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇതാക്കണ 2 എണ്ണം ഒരുമിച്ച് അപ്പുറം വന്നിരുന്നുകൊണ്ട് ഓരോന്ന് ടേസ്റ്റ് നോക്കണുണ്ട് കേട്ടോ. അതിപ്പോൾ ടേസ്റ്റ് നോക്കി കയ്യാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആളത് വരുന്നത് ഓൻ്റെത് കൊണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ മിണ്ടാണ്ട് നിന്നതാണേ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഇരുന്ന് ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വെയിലൊക്കെ ഏകദേശം പോയപ്പോൾ നമ്മൾ തുണികൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിങ്ങാണ്ട് മടക്കി വെക്കാനുണ്ടാവും കേട്ടോ. അതെന്നെ വലിയ ടാസ്ക്കാണ് കേട്ടോ. പിന്നെ നേരത്തെ ഒറ്റയ്ക്ക് കയറിയിട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ വീണ്ടും വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി കേട്ടോ. ഇന്നത്തെ ഡെയിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.